കഴിഞ്ഞ ദിവസം തന്നെ ഈ പുളിക്കൽ ബസ്സിൻ്റെ ജീവനക്കാർ നൽകിയ പരാതിയെ തുടർന്ന് ഈ ബസ് ഓടിച്ചിരുന്ന അഫ്താഫ് അസീസ് 26 വയസ്സ്, ഇതിൻ്റെ കണ്ടക്ടർ സനൽ സൈമൺ 22 വയസ്സാണ്, ഇതിൻ്റെ ക്ലീനർ ജോയൽ സെബാസ്റ്റ്യൻ 24 വയസ്സ്, ഇവരെ 3 പേരെയും പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമസ്കാരം. ഈ സംഭവം നടക്കുന്നത് ഇടപ്പള്ളി ഫ്ലൈ ഓവറിന് സമീപത്ത് വെച്ചാണ്. പുളിക്കൽ എന്ന ബസ്സിനെ ഈ കിസ്മത്ത് ബസ്സിലെ ജീവനക്കാർ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. യാത്രക്കാരെല്ലാം വളരെ ഞെട്ടലോടെയാണ് ആ ബസ്സിനുള്ളിൽ ഇരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ 2 ബസ്സുകളും സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ വാഹനം അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പുളിക്കൽ ബസ്സിൻ്റെ ജീവനക്കാർ നൽകിയ പരാതിയെ തുടർന്ന് ഈ ബസ് ഓടിച്ചിരുന്ന അഫ്താഫ് അസീസ് 26 വയസ്സ്, പോഞ്ഞാശ്ശേരി സ്വദേശിയാണ്. പിന്നെ ഇതിൻ്റെ കണ്ടക്ടർ സനൽ സൈമൺ 22 വയസ്സാണ്, ഇയാൾ ആലുവ NAD സ്വദേശിയാണ്. ഇതിൻ്റെ ക്ലീനർ ജോയൽ സെബാസ്റ്റ്യൻ 24 വയസ്സ്, ഇയാളും NAD സ്വദേശിയാണ്. ഇവരെ 3 പേരെയും പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സംഭവം വാർത്തയായതിനെ തുടർന്ന് ഈ കിസ്മത്ത് ബസ് പോഞ്ഞാശ്ശേരിയിലെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ ജീവനക്കാരെല്ലാവരും. എന്നിട്ട് ഇവർ ട്രിപ്പൊക്കെ മുടക്കി അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് പോലീസിൻ്റെ പ്രത്യേക സ്ക്വാഡ് ഇവരെ കണ്ടെത്തുന്നതും തുടർന്ന് എളമക്കര CI ഹരികൃഷ്ണനും SI ആനി ശിവയും ചേർന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ബസ്സിൻ്റെ ഈ മുൻഭാഗം തകർന്നിരിക്കുകയാണ്. ഈ ബസ് കൊണ്ടുവന്ന് ഈ പുളിക്കൻ ബസ്സിൻ്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ ഒരു തർക്കമൊക്കെ തുടങ്ങുന്നത്. ഈ ബസ്സുകൾ തമ്മിൽ കലൂരിൽ നിന്നും ഇടപ്പള്ളിയിലേക്ക് 15-12 മിനിറ്റ് ഗ്യാപ്പാണുള്ളത് ഒരേ സമയം തന്നെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ബസ്സുകൾ ഈ 12 മിനിറ്റുള്ള വണ്ടി 15 മിനിറ്റുള്ള വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് പതിവായിരുന്നു. അങ്ങനെയാണ് ഈ തർക്കം തുടങ്ങുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്തിന് സമീപത്ത് വെച്ച് ഈ ബസ്സുകൾ തമ്മിൽ മത്സര ഓട്ടം നടത്തുകയും ബസ്സിൽ ഇടിക്കുകയും ചെയ്തു. പിന്നീട് ആണ് ഇടപ്പള്ളിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് ഇത്തരത്തിൽ ഒരു തർക്കമുണ്ടാകുകയും ഈ ബസ് അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തത്. ഈ ബസ്സിൻ്റെ ഡ്രൈവറായിട്ടുള്ള 1-ാം പ്രതി അഫ്താഫ് ഒരു ഡ്രഗ് കേസിൽ നേരത്തെ അറസ്റ്റിലായതാണ്. പിന്നീട് ഇയാൾക്കെതിരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്. അത്തരത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളതും ലഹരി മരുന്ന് ഉപയോഗിച്ചതിനുമൊക്കെ കേസുള്ള ആളാണ് ഇയാൾ. ഈ ബസ്സിൻ്റെ ഓണറുടെ മകനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യാത്രക്കാരെയൊക്കെ ഭീതിയിലാഴ്ത്തിയാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയത്. എളമക്കര പോലീസ് എന്തായാലും കൃത്യമായി ഇടപെട്ടു. ഇവരെ വൈകുന്നേരത്തോടു കൂടി തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോഞ്ഞാശ്ശേരിയിൽ നിന്നാണ് ഈ ബസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവർ ട്രിപ്പ് മുടക്കി അവിടെ വാഹനം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് സംഘം ഇവരെ കണ്ടെടുക്കുന്നത്. എന്തായാലും ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ നിരത്തുകളിൽ മത്സരയോട്ടം പതിവാണ്. പലപ്പോഴും യാത്രക്കാരൊക്കെ ഭീതിയിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ പോലീസ് ശ്രമിക്കുമെങ്കിലും പക്ഷേ അതൊന്നും നടക്കത്തില്ല. ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളും ചില പോലീസിലെ ഓഫീസർമാരുമൊക്കെ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഗുണ്ടാ വിളയാട്ടം നിരത്തുകളിൽ പതിവാണ്. ഇത് നിർത്തലാക്കണമെങ്കിൽ ഇതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ തന്നെ മുന്നിട്ടിറങ്ങണം. ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ബസ്സുകളിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ കിസ്മത്ത് ബസ് എന്ന് പറയുന്ന ഈ ബസ് കാണുമ്പോൾ നിങ്ങളതിൽ കയറാതിരിക്കുക. ആലുവയിൽ നിന്നും കലൂരിലേക്ക് നിരവധി ബസ്സുകളുണ്ട്, അല്ലെങ്കിൽ മെട്രോ സർവീസ് ഉണ്ട്, അതിലൊക്കെ യാത്ര ചെയ്യുക. ഈ ബസ് വരുമ്പോൾ അതിൽ കയറാതിരുന്ന് നിങ്ങൾ പ്രതിഷേധിക്കുകയാണെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ഒരു ഗുണ്ടാ ആക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ബസ്സുകളിലൊക്കെ ജോലി ചെയ്യുന്ന 70% ആളുകളും ഗുണ്ടാ നേതാക്കന്മാരും അതുപോലെ ഗുണ്ടാ പണിക്കൊക്കെ നടക്കുന്നവരാണ്. ഇവരെല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഈ എല്ലാ ശനിയാഴ്ചകളും പോലീസ് വലിയൊരു കോമ്പിങ് നടത്താറുണ്ട്. അപ്പോഴൊക്കെ ഈ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി കേസുകളാണ് എടുക്കുന്നത്. ഇത്തരത്തിൽ നിരത്തിൽ മത്സരയോട്ടം നടത്തുന്ന ഈ ബസ്സുകൾ നാട്ടുകാർ ഇറങ്ങി പ്രതിഷേധിച്ചാൽ മാത്രമേ ഇവരുടെ ഈ ഒരു അഹങ്കാരം ശമിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്: ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ബസ്സുകളിൽ കയറാതിരിക്കുക. അങ്ങനെ പതുക്കെ കളക്ഷനൊന്നുമില്ലാതെ ഇത് പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഇവരെ നിയന്ത്രിക്കാൻ കഴിയൂ. നിയമം പല രീതിയിൽ നോക്കിയിട്ടും ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഹൈക്കോടതി പലവട്ടം ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. പക്ഷേ യാതൊരു ഫലവുമില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകളും മറ്റും ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയ അഹങ്കാരം. ഇവരുടെ തൊഴിലാളി സംഘടനകളുമൊക്കെ രംഗത്തിറങ്ങുന്നതോട് കൂടിയിട്ട് പോലീസിന് കൂടുതലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകളെ നിലയ്ക്ക് നിർത്താൻ കഴിയുകയുള്ളൂ. DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാട് TV.